നീലഗിരി ചേരമ്പാടി വനത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. കോഴിക്കോട് 53-കാരനെ കാണാതായ സംഭവം കൊലപാതകമെന്ന സംശയം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് നീലഗിരി ചേരമ്പാടി വനത്തിനുള്ളിൽ പരിശോധന നടത്തുന്നു. തമിഴ്നാട് പോലീസും രംഗത്തെത്തിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ 2024 മാർച്ചിൽ വയനാട് സ്വദേശി ഹേമചന്ദ്രനെ മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് വിളിച്ചുവരുത്തി തട്ടിക്കൊണ്ടുപോയി എന്നാണ് പരാതി. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്താണ് ചേരുന്നത്. ദീപക് ധർമ്മടം ആദ്യം ചേരുന്നുണ്ട്. കേസിന്റെ വിവരങ്ങളുമായി ദീപക് ധർമ്മടം. ദീപക്, പറയൂ, ഈ കേസിന്റെ വിവരങ്ങൾ എന്തെല്ലാമാണ്? സ്മിത, ഒരു ദൃശ്യം മോഡൽ കൊലപാതകം അത് കോഴിക്കോട് നടന്നു. അത് ഒരുപക്ഷെ കേരള പോലീസിന്റെ ചരിത്രത്തിൽ എണ്ണം പറഞ്ഞ ഒരു കേസാണ്. സാമ്പത്തികമായ പ്രശ്നത്തിൽ, വൈരാഗ്യത്തിൽ, സാമ്പത്തിക ഇടപാടിന്റെ വൈരാഗ്യത്തിൽ 2024 തട്ടിക്കൊണ്ടുപോകൽ നടക്കുന്നത്. ആ തട്ടിക്കൊണ്ടുപോകൽ കേസിന്റെ FIR ഇപ്പോൾ 24 പുറത്തുവിടുകയാണ്. ഈ കേസ് നടക്കുന്നത് 2024 മാർച്ച് 20-നാണ്. മാർച്ച് 20-ന് ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ വീട്ടിന്റെ പേര് വിനോദ് ഭവൻ. അദ്ദേഹത്തിന്റെ വീട് ബത്തേരിയിലാണ്. ഈ ബത്തേരിയിൽ നിന്നും അദ്ദേഹം കോഴിക്കോട് മുണ്ടിക്കത്താഴത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു. ഈ വാടകയ്ക്ക് താമസിക്കുന്നതിനിടയിൽ ഇദ്ദേഹത്തിന്റെ സുഹൃത്തിനെ കൊണ്ട് വിളിപ്പിക്കുന്നു. അങ്ങനെ വിളിപ്പിച്ചത് 2024 മാർച്ച് 20-നാണ്. മെഡിക്കൽ കോളേജിന് മുൻപാകെ വരാൻ വേണ്ടി പറയുന്നു. ഈ സമയത്ത് അവിടെ നിന്നും വാഹനത്തിൽ ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി കൊല നടത്തി. ഏപ്രിൽ 1-ാം തീയതിയാണ് ഈ ഹേമചന്ദ്രന്റെ ഭാര്യ സുബിഷ പരാതിയുമായി മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ എത്തുന്നത്. അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് അതിന്റെ FIR ഇട്ടു. വളരെ കൃത്യമായി, നമ്മൾ ഒരുപക്ഷെ പറയാവുന്നത് വളരെ ശാസ്ത്രീയമായി ഗൂഢാലോചന നടത്തി സംഘം ചേർന്ന് നടത്തിയ ഒരു തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകമാണ്. ഇതിൽ ബത്തേരിയിലെ പ്രതികൾ 2 പേരെ ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ജ്യോതിഷ്, അജേഷ്. ഇതുകൂടാതെ മറ്റൊരു പ്രതി വിദേശത്താണ്, നൌഷാദാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് നേതൃത്വം നൽകിയത്. മുണ്ടിക്കത്താഴത്ത് നിന്നും ഒരു പെൺസുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ച് മെഡിക്കൽ കോളേജിന്റെ മുൻപിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നും കാറിൽ കയറ്റി നേരെ വയനാട് ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. ടവർ ലൊക്കേഷനിൽ, അതായത് മെഡിക്കൽ കോളേജ് പോലീസിലെ ഒരു ASI ഈ കേസ് അന്വേഷിക്കുന്നു. അന്വേഷണത്തിനിടയിൽ പ്രത്യേകിച്ച് സംശയങ്ങൾ ചിലത് തോന്നുന്നു. ഒടുവിൽ ഈ കേസിന്റെ അന്വേഷണ ചുമതല സർക്കിൾ ഇൻസ്പെക്ടർ, അതായത് IP ജിജീഷ് ഏറ്റെടുക്കുന്നു. മേൽനോട്ടം ACP ഉമേഷ് ഏറ്റെടുക്കുന്നു. അങ്ങനെ ഈ കേസിൽ CDR എടുത്തപ്പോൾ സംശയാസ്പദമായി തട്ടിക്കൊണ്ടുപോയ ദിവസം ഒരു വിളിയെത്തുന്നു. അതൊരു പെൺകുട്ടിയുടേതായിരുന്നു, ഒരു സ്ത്രീയുടേതായിരുന്നു. അത് പെൺസുഹൃത്താണെന്ന് തിരിച്ചറിയുന്നു. അവർ വിളിച്ചവരിലേക്ക് അന്വേഷണം നീങ്ങുന്നു. അപ്പോഴാണ് ഇതിന്റെ ശൃംഖല മനസ്സിലാവുന്നത്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ കേസിന്റെ പുറകിലാണ് നമ്മളും 24 സംഘവും. പക്ഷേ പോലീസ് വളരെ കൃത്യമായി മൃതദേഹം കണ്ടെടുത്താൽ മാത്രമേ ഇത് ബ്രേക്ക് ചെയ്യാവൂ എന്ന് ആവശ്യപ്പെട്ടതിനാലാണ്, ആ ഒരു ഉത്തരവാദിത്ത ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നത്. ഒരു ദൃശ്യം മോഡൽ തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകമാണ് നടന്നത്. ആ ബോഡിയാണ് ഇപ്പോൾ ഈ ബത്തേരിക്കടുത്തു നിന്നും കണ്ടെത്തിയത്. ഇവർ ഈ ടോർച്ചറിങ് നടത്തിക്കൊണ്ട് കർണാടകത്തിലും തമിഴ്നാട്ടിലും വിവിധ കേന്ദ്രത്തിൽ ഹേമചന്ദ്രനെ കൊണ്ടുപോയ എന്ന വിവരവും ശാസ്ത്രീയമായി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സ്മിത.